ഹലോ, ഇന്ന് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഒരു 3 kg കേക്കാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 6 കപ്പ് കേക്ക്സും നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാർട്ടി തീം കേക്കാണ്. കസ്റ്റമർ നമുക്ക് രാത്രി സ്പീക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിലും നമ്മളെടുത്ത് അവർ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ, അതുപോലെ തന്നെ ഇങ്ങനെ ഇന്നത് വേണം ആ കേക്കിൻ്റെ മുകളിലുള്ള സെയിം തന്നെ വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. കസ്റ്റമറിൻ്റെ ഇഷ്ടമാണ്, അതായത് നമ്മൾ എന്ത് ചെയ്താലും ഇഷ്ടപ്പെടും എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയുള്ള കസ്റ്റമർ ആയിരുന്നു കേട്ടോ. എങ്ങനെയായാലും അടിപൊളിയാക്കിയാൽ മതി എന്നുള്ളൊരിതായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എല്ലാണ്ട് ആർഭാടും കളറും ഒന്നും അവർക്ക് ഇഷ്ടമല്ല. വൈറ്റ് കളറിൽ തന്നെ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് നമ്മുടെ മെയിൻ കേക്ക് ഉണ്ടല്ലോ, ഇത് അടിയത്തെ തട്ട് വാനില, മേലത്തെ തട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് സൈഡ് കേക്ക് ആയിട്ടുണ്ടായിരുന്ന സ്ക്വയർ കേക്ക് വന്നിട്ട് ഫുൾ ബ്ലാക്ക് ഫോറസ്റ്റ് 1.5 kg അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സ്ക്വയർ കേക്കും ഏകദേശം ഒരു റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കേക്ക് വന്നിട്ട് ക്രൗണും അതുപോലെ തന്നെ ഈ വണ്ണൊക്കെ വെച്ച് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു എലഗൻറ്റ് ലുക്കായിരുന്നു ആ ഒരു കേക്കിന്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ കപ്പ് കേക്ക്സ് ഒക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ സ്ക്വയർ കേക്ക് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. സ്ക്വയർ കേക്ക് വന്നിട്ട് എനിക്ക് ഈ ഒരു ഷേപ്പ് ഭയങ്കര ഇഷ്ടം. റെക്റ്റാങ്കിൾ ഷേപ്പ് ഒന്നുകൂടി എനിക്കിഷ്ടമാണ്. എനിക്ക് നോർമൽ സ്ക്വയർ കേക്ക് ചെയ്യുന്നതിനേക്കാട്ടിലും ഒന്നും കൂടി ഇഷ്ടം റെക്റ്റാങ്കിൾ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്ക്വയർ കേക്ക് ഫ്ലവേഴ്സ് വരച്ച് വന്നപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ഇടയിലുള്ള ആ റോസ് ആ ഒരു കളറിൽ തന്നെ ഞാൻ അടിയിൽ ബോർഡും വരച്ചു കൊടുത്തു. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ 2 ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ച് കൊടുക്കാം, ഒരു ബോൾസ് ഒക്കെ വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്യാൻ തോന്നിയിട്ട് അങ്ങനെ അതെല്ലാം വെച്ച് കൊടുത്ത് സെൻറ്ററിൽ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു സ്റ്റിക്കും കൂടി വെച്ചപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ലുക്ക് വന്നിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഈ ഒരു കസ്റ്റമർ ഉണ്ടല്ലോ, നമുക്ക് കേക്കൊക്കെ കഴിച്ചതിന് ശേഷം അവർ റിവ്യൂ തന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ. നമുക്ക് ഈ ഒരു കസ്റ്റമറിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു റിവ്യൂ വന്നിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. നല്ല റിവ്യൂ ആയാലും എനിക്ക് ബാഡ് ആയാലും ഗുഡ് ആയാലും എനിക്ക് സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് കേക്ക്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ കിട്ടുമ്പോഴുള്ള സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നത്തെ കസ്റ്റമറിന് സത്യം പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അത് മാത്രമല്ല കേട്ടോ, ഇന്നത്തെ കേക്ക് കുറച്ച് ഒരു 1/2 kg കൂടുതലുണ്ടായിരുന്നു. അത് കസ്റ്റമറിൻ്റെ ലെക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം വെയിറ്റ് കൂട്ടുന്നതല്ല കേട്ടോ. കുറച്ചൊക്കെ കൂടുതലുണ്ടാവും നമ്മുടെ കേക്ക്. എന്നാലും 1/2 kg 1 kg ഒക്കെ കൂടുതൽ കിട്ടുക പറയുമ്പോൾ അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ അങ്ങനെ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ. ഫൈനൽ ലുക്കും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.